അപ്പൊ 21 പ്രകടന പത്രികയിൽ ഒന്നിച്ചിരുന്ന് LDF എന്ന് പറയുന്ന ആ മുന്നണി ഉണ്ടാക്കിയ ആ അഭിപ്രായം, ആ വാഗ്ദാനം അത് പാലിക്കാതിരുന്നിട്ട് തൊഴിലാളികൾ പ്രക്ഷോഭം വരുമ്പോൾ അതിന് മുഖം തിരിഞ്ഞു നിന്നിട്ട് ഇപ്പൊ വന്ന് ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന നിലയിൽ പറയുന്നത് ധാർമ്മികമായി ശരിയില്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ജനത്തിന്റെ മനസ്സിലുണ്ട്, ഈ രോഷമുണ്ട്. സ്ത്രീകളെ വലിച്ചഴയ്ക്കുന്നതും ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിക്കുന്നതും സ്ത്രീകളെ ആക്ഷേപിക്കുന്നതും അശ്ലീലം പറയുന്നതും പ്രത്യേകിച്ചും സൈബർ മേഖലയിൽ, ആ സൈബർ ഇടങ്ങളിൽ അതിഭീകരമായ അശ്ലീല പരാമർശങ്ങളായിരുന്നു. നമസ്കാരം. LDFന്റെ പരാജയത്തിന് കാരണമെന്ന് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആശമാരെ കൈയൊഴിഞ്ഞതായിരുന്നു. ആ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായതും നമ്മൾ കണ്ടതാണ്. എന്നാൽ അന്നൊന്നുമില്ലാത്ത തിരിച്ചറിവ് ഇപ്പോൾ CPM നേതാക്കന്മാർക്ക് ചിലർക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ആരെന്നുള്ള ചോദ്യം നിലനിൽക്കെയാണ് കഴിഞ്ഞ ദിവസം ബിനോയ് വിഷയം ആശമാരെ പരിഗണിക്കാത്തത് തെറ്റായി പോയി എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ തിരിച്ചറിവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടുന്ന സമയമാണ്. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് മിനിയസ് ആണ്. ഈ പറയുന്ന തിരിച്ചറിവിന്റെ ഒരു പ്രതികരണമൊക്കെ കേട്ട് കാണുമല്ലോ. എന്താണ് ഇതിന്റെ ഒരു വസ്തുത? ഈ പറയുന്നത് പോലെ കൈ ഒഴിഞ്ഞതായിരുന്നു, അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതായിരുന്നു? സത്യത്തിൽ ഞങ്ങളുടെ സമരത്തെ അവർ കൈയൊഴിഞ്ഞതായിരുന്നു. പക്ഷെ ആ പരാജയം അത് തെരഞ്ഞെടുപ്പിൽ മാത്രം അവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പുകളാണ് ഈ പാർട്ടികളെ വിജയപരാജയങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾ 266 ദിവസം സമരം ചെയ്തു. ആവശ്യപ്പെട്ടത് മിനിമം കൂലിയാണ്, ജീവിച്ചു പോകാനുള്ള മിനിമം കൂലിയാണ്. അപ്പൊ ആ മിനിമം കൂലി എന്ന് പറയുന്നത് CPI അടക്കമുള്ള LDF അവരുടെ പ്രകടന പത്രികയിൽ രേഖപ്പെടുത്തി ഒരു ദിവസം 700 രൂപ നൽകുമെന്ന് പറഞ്ഞ് 2021 അവർ അച്ചടിച്ച് വിതരണം ചെയ്തതാണ്. 4 വർഷം നൽകാതിരുന്നു. 5ാമത്തെ വർഷമാണ് ഞങ്ങൾ സമരവുമായി വരുന്നത്. അപ്പോഴും ആ സമരത്തെ പരിഗണിക്കാനോ അതിന്റെ ന്യായയുക്തത പരിശോധിക്കാനോ തയ്യാറായിട്ടില്ല. ഞങ്ങൾ 5 ചർച്ച നടത്തി NHM അധികാരികളുമായിട്ടും ആരോഗ്യമന്ത്രിയുമായിട്ടും. പക്ഷെ ഒരിടത്തും ഒരു സമവായം ഉണ്ടാകാതിരുന്നു. ഏറ്റവും ഒടുവിൽ ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ ട്രേഡ് യൂണിയൻ നേതാക്കളെ വിളിച്ചു. അതിനകത്ത് CPIയുടെ ട്രേഡ് യൂണിയൻ അടക്കം അതിനകത്ത് പങ്കെടുത്തിരുന്നു. CITUവും AITUCയും INTUCയും അടക്കമുള്ള മുഴുവൻ ട്രേഡ് യൂണിയനുകളും ആവശ്യപ്പെട്ടത് ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മിറ്റി പഠിക്കട്ടെ എന്നായിരുന്നു. ഞങ്ങളത് ആവശ്യപ്പെട്ടത് ഒരു 100 രൂപയാണ്. ഒരു 100 രൂപ നൽകിക്കൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാനും തുടർന്ന് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അന്ന് പരസ്യമായി എതിർക്കുകയും ഞങ്ങളുടെ ആ ഡിമാൻഡിനെ എതിർക്കുകയും കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അങ്ങേറ്റം അതിനകത്ത് യാതൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. അതിനകത്ത് ഈ തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു നടപടിയോ ഒരു ശുപാർശയും അതിനകത്തില്ലായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നു. ഏറ്റവും ഒടുവിൽ ആശമാരുടെ സമരം കാരണമാണ് സർക്കാരിന് ഏറ്റവും അവസാനം 1000 രൂപ വർദ്ധിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പിന്നീട് വീണ്ടും 1000 രൂപ വീതം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വീണ്ടും 1000 രൂപ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായി. കാരണം അവർ തിരിച്ചറിയാണ് അത് അവരുടെ വിജയത്തെ ബാധിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ പതനം അതൊരു വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ജനങ്ങൾ കാണുകയാണ് പണിയെടുക്കുന്നവരുടെയും തൊഴിലാളികളുടെയും കൂടെ അല്ല ഈ ഗവൺമെന്റ് എന്ന തിരിച്ചറിവാണ് ഇത്രയും ഒരു കനത്ത പരാജയം ഉണ്ടായത്. അപ്പോൾ വന്നിട്ട് ഞങ്ങൾക്കിതായിരുന്നില്ല അഭിപ്രായം എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ന് ഞങ്ങൾ ശ്രീ ബിനോയ് വിശ്വത്തെ നേരിട്ട് കാണാൻ പോയിരുന്നു. മുഖ്യമന്ത്രിയായിട്ടൊരു ചർച്ചയ്ക്ക് അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അതിശക്തമായ മഴയത്തും കാറ്റത്തും സ്ത്രീകൾ ഇങ്ങനെ തെരുവിലിരിക്കുമ്പോൾ ഇനി സമരത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അത് ശരിയല്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങളെപ്പോലെ നിസ്സഹായരായിരുന്നു ശ്രീ ബിനോയ് വിശ്വം സാർ വന്ന് പ്രതികരിച്ചത്. അപ്പം ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു 100 രൂപ വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടി ഉണ്ടാക്കും. അതും യാതൊരു തരത്തിലും പറയുവാനോ നടപ്പിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോൾ വന്ന് അതൊരു പരാജയ കാരണമാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അത് പരാജയ കാരണം തന്നെയാണ്. പക്ഷെ അതിപ്പോഴല്ല പറയേണ്ടിയിരുന്നത്. പരാജയപ്പെട്ടതിന് ശേഷമോ അല്ലെങ്കിൽ തിരിച്ചടി നേരിട്ടതിന് ശേഷമല്ല. തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഉള്ള വിഷയങ്ങൾ അത് ഏത് മനുഷ്യന്റെ ആണെങ്കിലും അത് അപ്പോഴപ്പോൾ പരിഹരിക്കണം. ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ നിരവധി ആളുകൾ ഇതുപോലുള്ള സമരങ്ങളുമായി വന്നു. ഇവിടെ റാങ്ക് ഹോൾഡേഴ്സ്, WCPയുടെ റാങ്ക് ഹോൾഡേഴ്സ് പെൺകുട്ടികളുടെ സമരത്തിന് വന്നു. അവരോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്താലും ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടില്ലായിരുന്നു. അംഗൻവാടിക്കാർ സമരം ചെയ്തു, പാചകത്തൊഴിലാളികൾ സമരം ചെയ്തു, KSRTC പെൻഷൻകാർ സമരം ചെയ്തു. ആരുടെ പ്രശ്നമാണ് പരിഹരിച്ചിട്ടുള്ളത്? ഒരാളുടെ പ്രശ്നം പരിഹരിക്കാൻ ഇവരാരും മുതിർന്നിട്ടില്ല. അപ്പൊ 21 പ്രകടന പത്രികയിൽ ഒന്നിച്ചിരുന്ന് LDF എന്ന് പറയുന്ന ആ മുന്നണി ഉണ്ടാക്കിയ ആ അഭിപ്രായം, ആ വാഗ്ദാനം അത് പാലിക്കാതിരുന്നിട്ട്
തൊഴിലാളികൾ പ്രക്ഷോഭം വരുമ്പോൾ അതിന് മുഖം തിരിഞ്ഞു നിന്നിട്ട് ഇപ്പോൾ വന്ന് ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന നിലയിൽ പറയുന്നത് ധാർമ്മികമായി ശരിയില്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോ ഇങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടായതിന്റെ ഉദ്ദേശശുദ്ധിയിൽ വല്ല സംശയമുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് അവർ തന്നെയാണ് പുറത്തു പറയേണ്ടത്. കാരണം തിരഞ്ഞെടുപ്പിൽ തോറ്റ് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ആശാ തൊഴിലാളികളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്ത് ശരിയല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊന്ന്, ഞങ്ങൾക്കെതിരെ അധിക്ഷേപവും ആക്ഷേപവും പറയുന്നുണ്ട്, അശ്ലീലം പറയുന്നുണ്ട്. CPM-ന്റെ മുതിർന്ന നേതാക്കൾ, CITU-ന്റെ അഖിലേന്ത്യാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ചെയ്തപ്പോൾ ഒരക്ഷരമെങ്കിലും ഉരിയാടിക്കൊണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. അത് അവരുടെ ഉള്ളിൽ പറഞ്ഞു എന്നുള്ളതല്ല, അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയണം. ഈ CPM-ന്റെ നേതാക്കൾ പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ അദ്ദേഹം ആർജവം കാണിക്കണം. ഞങ്ങൾ പ്രതീക്ഷിച്ചു, സത്യത്തിൽ ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചു അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷെ ഒരു നടപടിയോ ഒരു പരാമർശവും അത്തരത്തിലുണ്ടായില്ല. അതുകൊണ്ട് അതിനൊരു പൊള്ളയായ കാര്യമായിട്ടേ കാണുന്നു. ഈ പറയുന്നത് പോലെ നിങ്ങളിൽ പലരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നുള്ളൊരു സത്യം കൂടെ ഉണ്ട്. തൊഴിലാളി പ്രസ്ഥാനമായിരുന്ന ഒരു ഭരണകൂടം ഇങ്ങനെ എതിർക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ. അപ്പോ ഈ ഒരു ഭരണ പരാജയം എന്ന് പറയുന്നത് അത് ആശന്മാരെ കൈയൊഴിഞ്ഞത് കൊണ്ടാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഉത്തമ വിശ്വാസവും. കാരണം സ്ത്രീകൾ ഇവിടെ 10 വർഷമായിട്ട് സമരമില്ലാത്തൊരു നാടാണ് കേരളം. സമരങ്ങളെ മുളയിൽ ഇല്ലാതാക്കുകയാണ്. എവിടെയെങ്കിലും ഒരു സമരത്തിന്റെ സാധ്യത കണ്ടാൽ ഉടനെ തന്നെ ഇവരുടെ ആളുകൾ തന്നെ ആ മേഖലയിൽ കടന്നു ചെന്ന് എങ്ങനെ സമരത്തെ ഇല്ലാതാക്കാം എന്നുള്ള പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് 10 വർഷം സമരമില്ലായിരുന്നത്. നമുക്കറിയാം, സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് ആ പ്രധാന ഗേറ്റ് തന്നെ അടച്ചിരിക്കുകയാണ്. അവിടെ സായുധരായ പോലീസുകാരെ ഈ ഗേറ്റിന് ചുറ്റും വിന്യസിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് പോലും അകത്തേക്ക് കടക്കാൻ പറ്റില്ല. ഒരാൾക്കൊരു പരാതിയോ നിവേദനമോ കൊടുക്കാൻ പറ്റാത്ത 10 വർഷങ്ങളായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ സമരവുമായി വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ സമരത്തെ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കാനായിട്ട് ധാരാളം പരിശ്രമങ്ങൾ നടത്തിയത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് വന്നത്. അപ്പൊ ഇത് ജനം കാണുന്നുണ്ട്, ജനത്തിന്റെ മനസ്സിലുണ്ട്, ഈ രോഷമുണ്ട്. സ്ത്രീകളെ വലിച്ചഴയ്ക്കുന്നതും ജീപ്പ് കയറ്റി കൊല്ലാൻ ശ്രമിക്കുന്നതും സ്ത്രീകളെ ആക്ഷേപിക്കുന്നതും അശ്ലീലം പറയുന്നതും പ്രത്യേകിച്ചും സൈബർ മേഖലയിൽ, ആ സൈബർ ഇടങ്ങളിൽ അതിഭീകരമായ അശ്ലീല പരാമർശങ്ങളായിരുന്നു. ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, ഞങ്ങൾ ചോദിച്ചത് ഏറ്റവും അവസാനം ഒരു സമവായം എന്ന നിലയ്ക്ക് 100 രൂപ, അത് തന്നില്ല. പക്ഷെ പിന്നീട് വരുന്ന കണക്കുകൾ 200 കോടിയിലേറെയാണ് ഗവൺമെന്റ് പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്, മറ്റു മേഖലകൾക്ക് പുറമെ. അപ്പൊ ധൂർത്തടിക്കാൻ പണമുണ്ട്. തൊഴിലാളികൾ ന്യായമായ ആവശ്യങ്ങൾ ചോദിച്ചത്, ഇത് ഓർക്കണം, ഇതൊരു വേതന വർധനവല്ല, ഇതൊരു മിനിമം വേതനമാണ് ചോദിച്ചത്. അപ്പൊ എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട ശമ്പളം തരാനല്ല ആവശ്യപ്പെട്ടത്, ഏറ്റവും മിനിമം പട്ടിണിക്കൂലിയാണ് ചോദിക്കുന്നത്. അതുപോലും കൊടുക്കാൻ ഒരു ഗവൺമെന്റ് തയ്യാറല്ലെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. ഇപ്പം അതിദാരിദ്ര്യം ഇല്ലാതായെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേ വെല്ലുവിളിച്ചു. ഞങ്ങൾ പറഞ്ഞു, സർക്കാർ വന്നാൽ മതി, ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങളുടെ ആശാവർക്കർമാരിൽ ബഹുഭൂരിപക്ഷം പേരും അതിദരിദ്രരാണ്. വീട്ടിൽ മാതാപിതാക്കൾ രോഗികളും ഭർത്താവ് രോഗബാധിതരായി കിടക്കുന്ന ആളുകളും കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏക വരുമാനക്കാരാണ്. അവർക്ക് എങ്ങനെയാണ് 6-7 മാസം കൂടുമ്പോൾ ഒരു മാസത്തെ 7000 രൂപ കിട്ടിയാൽ ജീവിക്കാൻ പറ്റുന്നത്? അപ്പൊ അതുകൊണ്ട് അതിദരിദ്രർ ഈ കേരളത്തിൽ ധാരാളം ഉണ്ടെന്ന്. അപ്പൊ ഇതെല്ലാം നമ്മൾ പരസ്പര ബന്ധിതമാണെന്ന് മനസ്സിലാക്കുക, അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇതിലിപ്പോ നമ്മളെ സംബന്ധിച്ച് പ്രധാനമായിട്ട് ഒരാളുടെ തോൽവി, അതായത് ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിന്റെ തോൽവി, അതും കൂടെ പറയേണ്ടതില്ലേ? തീർച്ചയായിട്ടും. കാരണം ആരോഗ്യമന്ത്രി ഒരു വനിതയാണ്, വനിതാ ശിശു വികസന വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഞങ്ങൾ ഈ സമരവുമായി വരുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മന്ത്രിയെ പോയി കാണാൻ ശ്രമിച്ചു. രണ്ടാമത്തെ ദിവസം അവരുടെ വസതിയിൽ പോയി കാണാൻ ശ്രമിച്ചു. ഇപ്പോഴൊക്കെ വിവാദം ഉണ്ടാക്കി. കാരണം ഔദ്യോഗിക വസതിയിലായിരിക്കും വന്നിട്ടില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു മന്ത്രി കള്ളം പറയാൻ ശ്രമിച്ചു. അത് പത്തനംതിട്ട വീട്ടിലായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ഒരു ആളുകളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷെ പിന്നീട് മീറ്റിങ്ങുകൾക്ക് ചെല്ലുമ്പോഴും ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡോ സമരത്തെക്കുറിച്ചോ ഒരു അക്ഷരം മിണ്ടില്ല. പകരം നിങ്ങൾ എഴുന്നേറ്റ് പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പം സമരം ചെയ്യുന്നവരോട് എഴുന്നേറ്റ് പോകണം എന്ന് പറയാൻ ഒരു മന്ത്രിയുടെ ആവശ്യമുണ്ട്. പിന്നെ മന്ത്രി ഡൽഹിയിലേക്ക് പോകുന്നു, ആശമാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ പോകുമ്പോൾ അറിയുന്നത് അതിനല്ല പോയത്, ഹ്യൂമൻ പ്രതിനിധികളുമായിട്ട് കാണുവാനാണെന്ന്. അപ്പൊ ഇങ്ങനെ എല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിക്കൊണ്ടു. തുടർന്ന് അങ്ങോട്ട് നമ്മൾ കാണും ഓരോ ആശുപത്രിയിൽ ഉണ്ടാകുന്ന ഓരോ വിഷയങ്ങൾ. ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലുള്ള ആളുകൾ വന്നിട്ട് ഈ ആശുപത്രിയിൽ ഉപകരണങ്ങളില്ല, സാധാരണ മനുഷ്യർക്ക് സർജറി നടത്താൻ ഉപകരണങ്ങളില്ല എന്ന് പറയുമ്പോൾ ആ ഡോക്ടറെ കള്ളനാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഓരോ സംഭവം എടുത്ത് നോക്കിയാൽ, ഇപ്പം വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീനെ എന്താ ചെയ്യേണ്ടത്? ഒരു തെറ്റ് പറ്റിയാൽ അത് പരിഹരിക്കാനും അതിന് ഇരയായ ആളെ ചേർത്ത് പിടിക്കാനും ശ്രമിക്കും. ഇവിടെ അതല്ല ചെയ്തത്, അവരെ പരിഹസിക്കുകയാണ്. ഈ കത്രിക ഞങ്ങളുടേതല്ലെന്ന് പറയുകയാണ്. അപ്പോ എന്നിട്ടെന്താണ്, അവർക്കൊരു പരിഹാരം വേണ്ടേ? അപ്പൊ ഇങ്ങനെ ഈ ആരോഗ്യമന്ത്രി കൈകാര്യം ചെയ്ത വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ മുഴുവൻ വിഷയങ്ങളും നമുക്കെടുത്ത് പരിശോധിച്ചാൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു. എന്നിട്ട് കള്ളം പറയുക,
ധാർഷ്ട്യം കാണിക്കുക, സ്ത്രീകളോട് വെല്ലുവിളിക്കുക, ഇതൊന്നും ശരിയായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു, ഇനിയും തെരഞ്ഞെടുക്കപ്പെടാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ആരോഗ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ആരോഗ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോയി ഞങ്ങൾ ഞങ്ങൾ പ്രചാരണം നടത്തി ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. സംസ്ഥാനം മുഴുവൻ തൊഴിലാളി വിരുദ്ധ, ജനാധിപത്യ വിരുദ്ധ, സ്ത്രീ വിരുദ്ധ നിലപാടെടുത്ത ഈ ഗവൺമെന്റിനെ ഇനിയും അധികാരത്തിലേറ്റരുത് എന്ന് ഞങ്ങൾ പ്രചരണം. ജനം അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ടാണ് ഈ പുതിയൊരു ഭരണകൂടം വരാൻ പോകുന്നത്. അപ്പോ ആശമാരെ സംബന്ധിച്ച് കോൺഗ്രസുകാർ അധിക പേരും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ. അപ്പോ ഈ പുതിയൊരു ഭരണകൂടം വരുമ്പോ എന്താണ് ഒരു പ്രതീക്ഷ? ഞങ്ങളുടെ സമരം മുഖത്തിരിക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി ഒഴിച്ചുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും എല്ലാവരും ആ സമരപ്പന്തൽ വരികയും കലവറയില്ലാത്ത പിന്തുണ നൽകുകയും ചെയ്തു. അതാണ് തന്നെയാണ് ഞങ്ങളുടെ സമരത്തെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോൾ UDF അവര് അടുത്ത് വരാനിരിക്കുന്ന ഒരു കക്ഷി കൂടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർ യോഗം ചേർന്ന് തീരുമാനിച്ചു, അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യം. അത് ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്ന് അന്നത്തെ UDF കൺവീനറും അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ്, പിന്നീട് രമേശ് ചെന്നിത്തല തുടങ്ങി പിന്നീട് വന്ന മുഴുവൻ നേതാക്കളും പലതവണ അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സമ്പൂർണ്ണമായ പ്രതീക്ഷയുണ്ട്. കാരണം ഇതൊരു മിനിമം വേതനമാണത്. ഇത് ഒരു വലിയൊരു ലക്ഷങ്ങളുടെ ഒരു വേതന വർധനമല്ല ആവശ്യപ്പെടുന്നത്. ഒരു മിനിമം വേതനം അത് നൽകുമെന്ന് UDF വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രകടന പത്രികയിൽ അത് അച്ചടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം അത് തരാതെ ഒരു തൊഴിലാളിക്ക് മിനിമം ജീവിക്കാനുള്ള കൂലി കൊടുക്കാതെ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റുക? അതുകൊണ്ട് അത് നൽകും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയാണ്. നൽകിയില്ലെങ്കിൽ സ്വാഭാവികമായും തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു തർക്കവും